ഷാനാസ് സ്പൈസസ് കാണുന്ന എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും റമദാൻ കരീം. നോമ്പായിട്ട് ഒരുപാട് ടൈപ്പ് സമൂസ ഉണ്ടാക്കുന്ന സമയമാണ്. നമ്മൾ ഒരുപാട് സമൂസ ഉണ്ടാക്കി ഫ്രീസറിലൊക്കെ വെക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഈ വീഡിയോയിൽ 3 തരം സമൂസ ഫില്ലിങ്സ് ആണ് നോക്കുന്നത്. കീമ സമൂസ, വെജിറ്റബിൾ സമൂസ, ചിക്കൻ സമൂസ. ഇതിൻ്റെ 3ൻ്റെയും ഫില്ലിങ്സ് ആണെന്ന് നോക്കുന്നത്. ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ റെസിപ്പി കാണണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് കീമ സമൂസയാണ്. ഇത് മട്ടൻ കീമ വെച്ചിട്ടും ഉണ്ടാക്കാം, ബീഫ് കീമ വെച്ചിട്ടും ഉണ്ടാക്കാം. ഞാൻ ബീഫ് വെച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സമൂസയാണ്. അപ്പോൾ ഇതിനു വേണ്ടി സമൂസ പേസ്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അത് ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം. 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിൽ 5 സ്റ്റീം വിസിൽ കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞ് മാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കീമ സമൂസയ്ക്ക് വേണ്ടി 500 ഗ്രാം മിൻസ്ഡ് ബീഫ് അല്ലെങ്കിൽ മട്ടൻ, ഞാൻ മിൻസ്ഡ് ബീഫാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു പ്രഷർ കുക്കറിലേക്ക് ആഡ് ചെയ്യാം. ഒപ്പം 1/2 കപ്പ് ചുവന്നുള്ളി ചതച്ചത്, 2 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 2 മീഡിയം സവാള സ്ലൈസ് ചെയ്തത്, ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തത്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതും ക്രഷ് ചെയ്യണം, പൊടിയായിരിക്കരുത്. പിന്നെ മസാലപ്പൊടികളായിട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ നാടൻ ഗരം മസാല, 2 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മീറ്റ് മസാലപ്പൊടിയുടെയും ഗരം മസാലയുടെയും റെസിപ്പി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് പാകത്തിന് ഒരു 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത്. തീരെ വെള്ളം ചേർക്കണില്ല. ഇനി ഇത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സ് ആവണ വരെയും ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ 5-10 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നേരെ പ്രഷർ കുക്ക് ചെയ്യാം. പ്രഷർ കുക്കറിൽ ഒരു 8 സ്റ്റീം കഴിഞ്ഞപ്പോൾ പതുക്കെ ചൂടാറാൻ വേണ്ടി വെച്ചു, എന്നിട്ട് തുറന്നു. ഇനി നമുക്ക് ഈ മസാല വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 അല്ലെങ്കിൽ ഒരു വലിയ യെല്ലോ ഓണിയനാണ് എടുത്തെടുക്കുന്നത്. ഇതില്ലെങ്കിൽ സവാള യൂസ് ചെയ്യാം. 2 ടേബിൾ സ്പൂൺ ഒരുപാട് എരിവില്ലാത്ത പച്ചമുളക് നന്നായിട്ട് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ മല്ലിയില ചോപ്പ് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ പാർസ്ലി ഇല ചോപ്പ് ചെയ്തത്, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഓണിയൻ്റെ ഇല ചോപ്പ് ചെയ്തത്, പിന്നെ 1 ടേബിൾ സ്പൂൺ കറിവേപ്പില അതും ചോപ്പ് ചെയ്തത്. ഇതിൽ ഏതെങ്കിലും ഇലകൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. ഈ ഒരു കോമ്പിനേഷൻ നല്ല ഫ്ലേവർഫുൾ ആണ്. അപ്പോൾ ഇനി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ യെല്ലോ ഓണിയനാണ് ഈ സമൂസക്ക് ഏറ്റവും ടേസ്റ്റി. ഇല്ലെങ്കിൽ നമ്മുടെ സവാള മതി. ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ അതിലേക്ക് പച്ചമുളകും കൂടി ചേർക്കാം. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവ് അനുസരിച്ചെടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റി വരുമ്പോൾ നമുക്ക് ഈ കീമ ഇട്ടിട്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുക്ക് ചെയ്ത കീമയിൽ ഒരുപാട് വെള്ളമൊന്നുമില്ല, നമ്മൾ വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തത്. ഇനി ഈ സമയത്ത് നമുക്ക് ഒന്ന് സീസണിങ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി എക്സ്ട്രാ ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഉപ്പ് ഇപ്പോൾ പാകത്തിന് ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി ഫ്രൈ ചെയ്തതിന് ശേഷം ആ മാഷ് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ആ ഫ്രഷ് ഹെർബ്സ് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫൈനലായിട്ട് ഒന്ന് നോക്കാം ഉപ്പ് വല്ലതും കുറവുണ്ടോ എന്ന്. ടേസ്റ്റ് നമുക്ക് പാകത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കീമ സമോസ ഫില്ലിങ്. ഇനി നമുക്ക് സമോസ ഉണ്ടാക്കാം. ഇതിനൊരു 25 സമൂസ ഉണ്ടാക്കാൻ പറ്റും. സമൂസ പേസ്ട്രി ഓരോന്നോരോന്നായിട്ട് പീൽ ചെയ്യണം. സമൂസ പേസ്ട്രി യൂസ് ചെയ്യാത്തത് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് മൂടി വെക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ഡ്രൈ ആയി പോവും. ഇതുപോലെ നമുക്ക് സമൂസ ഫില്ല് ചെയ്യാം. ഒരു 1-1.5 സ്പൂണ് ഫില്ലിങ് മതി ഒരു സമൂസയ്ക്ക്. പിന്നെ സമൂസ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൂ ആയിട്ട് കുറച്ച് കോൺഫ്ലവർ അല്ലെങ്കിൽ മൈദ ഇത്തിരി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കാം. ഇതിന് നമുക്ക് ഫ്രീസ് ചെയ്യണമെങ്കിൽ ഒരു ട്രെയിൽ ഇതുപോലെ പാർച്ച്മെൻറ്റ് പേപ്പർ വിരിച്ചിട്ട് ലെയർ ആയിട്ട് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെക്കാം. ഫ്രോസൺ ആയതിന് ശേഷം ഇത് ഒരുമിച്ച് ഒരു ബാഗിലോ അല്ലെങ്കിൽ ഒരു ഫ്രീസർ കണ്ടെയ്നറിലോ പാക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ ഒട്ടിപ്പിടിക്കില്ല. ഫ്രീസറിൽ നിന്ന് നേരെ എടുത്ത് ഫ്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഒരു മീഡിയം ഹോട്ട് ഓയിലിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് കീമ സമൂസ റെഡി. അപ്പോൾ റെസിപ്പി കാർഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ കാണിക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ വെജിറ്റബിൾ സമൂസ. ഇതിന് മെയിനായിട്ട് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും ഫില്ലിങ് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല വെജിറ്റബിൾ സമൂസ. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ഒരു സ്പെഷ്യൽ മസാല പേസ്റ്റ് ഉണ്ടാക്കണം. അതിന് 3 പിരിയമുളക് തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ 1/2 മണിക്കൂർ സോക്ക് ചെയ്യാൻ ഏറ്റവും ആദ്യം വെക്കണം.
പിന്നെ 600 ഗ്രാംസ് പൊട്ടാറ്റോ നമുക്ക് ബോയിൽ ചെയ്യണം. പൊട്ടാറ്റോ നടുക്ക് കൂടി ഒരു കട്ട് കൊടുത്താൽ പീൽ ചെയ്യാൻ ഈസിയാണ് പിന്നീട്. ഈ ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ ഡൈസിയാണ് ചെയ്യുന്നത്, മാഷ് ചെയ്യല്ല. പക്ഷെ നല്ല ടെൻഡർ ആയിരിക്കണം. ഒരു 5 സ്റ്റീം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് ടെൻഡർ ആയിട്ടുണ്ടാകും. അപ്പം മസാല പേസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഉണക്കമുളക് അരമണിക്കൂർ സോക്ക് ചെയ്തു. പിന്നെ ഇതിൻ്റെ കൂടെ 8 ചുവന്നുള്ളി, 4-5 വലിയ അല്ലി വെളുത്തുള്ളി, ഒരു 3 ടീസ്പൂണോളം ഇഞ്ചി, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ ഉണക്കമുളക് ഈ വെള്ളത്തിൽ നിന്ന് ഉണക്കമുളക് മാത്രം എടുത്ത് നമുക്ക് മിക്സി ജാറിലേക്ക് ഇടാം. ഇതിൻ്റെ ഒപ്പം ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി അരച്ച് പേസ്റ്റ് ആക്കാം. വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഉണക്കമുളകിൽ അത്യാവശ്യം വെള്ളം ഉള്ളതുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞു കിട്ടും. ഇത് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് 150-200 ഗ്രാം ഗ്രീൻ പീസ് ഉണ്ട്, ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്, ഫ്രോസൺ ഗ്രീൻ പീസ്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഡൈസിയാണ് ചെയ്യുന്നത്. കണ്ട, മാഷ് ചെയ്യണമെങ്കിൽ മാഷ് ചെയ്യാൻ പറ്റിയ പരുവത്തിലാണ്. പക്ഷെ നമുക്ക് ഈ റെസിപ്പിക്ക് വേണ്ടി ഡൈസി എന്നതാണ് കൂടുതൽ നല്ലത്. നല്ല സോഫ്റ്റ് ആയിരിക്കണം. പൊട്ടാറ്റോസിന് വേവ് പോരാന്നുണ്ടെങ്കിൽ ഫില്ലിംഗ് തീരെ നന്നാവില്ല. അപ്പോൾ അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഗ്രീൻ പീസും 3-4 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ചൂടാക്കാം. ഇതിലേക്ക് നമ്മൾ പരച്ച് വെച്ച ആ സ്പെഷ്യൽ പേസ്റ്റ് ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കണം. കളറൊന്ന് മാറി ആ എണ്ണ ഒന്ന് തെളിഞ്ഞു വരണം. ഈ സമയത്ത് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതെല്ലാം ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. മസാലപ്പൊടികളുടെ പച്ചമണം മാറണം. മസാലപ്പൊടികളൊന്നും അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എണ്ണ ഒന്നും കൂടി തെളിഞ്ഞ് വരുന്ന വരെയും കുക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി ബോയിൽ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് സോഫ്റ്റ് ആയിട്ടുള്ളത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിൽ ഉപ്പ് പാകത്തിന് കൊടുക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് കിട്ടണം. എന്നിട്ട് ഏറ്റവും അവസാനം ഒരു 1/4 ടേബിൾ സ്പൂൺ കോക്കനട്ട് ക്രീം, ഇത് പാക്കറ്റിലെ കോക്കനട്ട് ക്രീമാണ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളം പോലത്തെ കോക്കനട്ട് മിൽക്ക് ആയിരിക്കരുത്. കോക്കനട്ട് മിൽക്ക് ആണെങ്കിൽ വളരെ ചെറിയ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ ഗ്രീൻ പീസ് ഡീഫ്രോസ്റ്റ് ആയിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഉപ്പൊന്നും കൂടി നോക്കാം. എന്നിട്ട് ഏറ്റവും അവസാനം 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതൊക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ടേസ്റ്റി വെജിറ്റബിൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇതൊരു 10 മിനിറ്റ് ഫ്രീസറിലൊന്ന് വെക്കണം. അപ്പോൾ ആ ഫ്ലേവർ ഒന്ന് സെറ്റ് ആവും. എന്നിട്ട് സമൂസ റാപ്പ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഈ ഇത്തരം ഫില്ലിങ് വെച്ചിട്ട് ഒരു 30 സമൂസ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ 2 ഷീറ്റ് സമൂസ പേസ്റ്റ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്രിസ്പി ആയിട്ടുള്ളതും കാണാൻ കുറച്ചും കൂടി ഭംഗിയുള്ള സമൂസ കിട്ടും. അപ്പോൾ ഇതേനാണ് ഇതിൻ്റെ റെസിപ്പി കാർഡ്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് കാണിക്കുന്നത് ചിക്കൻ സമൂസയാണ്. ചിക്കൻ സമൂസ വളരെ പോപ്പുലറായിട്ട് ഉണ്ടാക്കുന്നതാണ് റമദാനിന്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നമുക്ക് നോക്കാം. ഫില്ലിങ്ങിന് വേണ്ടി 300 ഗ്രാംസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഫൈനലി ചോപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ ചോപ്പറിൽ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണം. മിൻസ് മീറ്റിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യണതാണ്. ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ നാടൻ ഗരം മസാല. എൻ്റെ നാടൻ കറി മസാല വീഡിയോ ചെക്ക് ചെയ്തോളൂ. പിന്നെ ഇതിൽ 1/4 ടീസ്പൂണിൻ്റെ പകുതി കുരുമുളകും മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂണിനേക്കാളും കുറവ് ഉപ്പ് മതി. ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം 30 മിനിറ്റ്. ഈ സമയത്ത് പൊട്ടാറ്റോസ് ബോയിൽ ചെയ്യാം. എന്നിട്ട് അത് പീൽ ചെയ്ത് മാഷ് ചെയ്ത് മാറ്റി വയ്ക്കും. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടി ആവശ്യമുള്ളത് ഒരു സവാള, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. കൈ കൊണ്ടും ചോപ്പ് ചെയ്യാം. അപ്പോൾ അത് ആണ് നമ്മുടെ ഫില്ലിങ്ങിൻ്റെ ഇൻഗ്രീഡിയൻസ്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കാം. സൺഫ്ലവർ ഓയിൽ, ഞാൻ റൈസ് ബ്രാൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് ആ സവാളയും പച്ചമുളകിൻ്റെ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. സോഫ്റ്റ് ആയാൽ മതി, കളർ മാറണ്ട. ഇതിലേക്ക് 4 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇത് ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ പച്ചമണം മുഴുവൻ മാറിക്കിട്ടണം. ഇതിലേക്ക് ഇനി ആ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത്തിരി സ്ട്രോങ് ആയിട്ട് സ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോഴാ ചിക്കൻ ഇങ്ങനെ വിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ കട്ടകൾ ഫോം ആവും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യണം. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ മീറ്റ് മസാല പൊടി ചേർക്കുന്നുണ്ട്. മീറ്റ് മസാല പൊടിയുടെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഏതെങ്കിലും സ്റ്റോർ ബോട്ട് മീറ്റ് മസാല പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം.
ഇത് ഈ സ്റ്റേജിലിട്ട് കഴിയുമ്പോൾ നല്ലൊരു മണം വരും ഈ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. ഇനി ഇതില്ലെങ്കിൽ ഗരം മസാല തന്നെ ഉപയോഗിക്കാം, പക്ഷേ ഇതിന് കുറച്ചും കൂടി നല്ല മണമാണ്. പിന്നെ ഒരു 1/2 കപ്പ് മല്ലിയില ചോപ്പ് ചെയ്തതും ചേർക്കാം. പിന്നെ നമ്മൾ മാഷ് ചെയ്ത പൊട്ടാറ്റോസ്, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. പൊട്ടാറ്റോസും ആ കുക്ക് ചെയ്ത ചിക്കൻ മിക്സ്ചർ ഒരേപോലെ മിക്സായി കിട്ടണം. മിക്സ് ആയതിനു ശേഷം ഇത് മാറ്റി വയ്ക്കാം. പിന്നെ കുറച്ചും കൂടി ഉപ്പ് ചേർക്കണം, കാരണം ഉരുളക്കിഴങ്ങിൽ ഉപ്പില്ല. അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. ടേസ്റ്റ് നോക്ക്. ഈ ഫില്ലിംഗ് അടുപ്പത്ത് നിന്ന് മാറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ സമൂസയുടെ ഫില്ലിംഗ്. ഇത് വെച്ചിട്ടുണ്ടാക്കാൻ പറ്റും ഒരു 20 സമൂസ. ഇതാണ് റെസിപ്പി കാർഡ്. അപ്പോൾ 3 തരം സമൂസ ഫില്ലിങ്സ് കാണിച്ചു. കീമ സമൂസ, വെജിറ്റബിൾ സമൂസ, ചിക്കൻ സമൂസ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. നാസിയാണ് എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ പറഞ്ഞത്. അപ്പോൾ താങ്ക്സ് ഫോർ സജഷൻ. അടുത്ത പ്രാവശ്യം നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷാന.